പഠനം എന്നത് മനസ്സിലാവാത്ത സൂത്രവാക്യങ്ങളുടെ ഒരു മങ്ങിയ ലോകമായി മാറിയോ? ഇനി പഠനം നിറമുള്ളതാക്കാം. ആശയങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വ്യക്തതയോടെ പഠിക്കാൻ ഇതാ ഒരു പുതിയ വഴി. 8, 9, 10 +1, +2 ക്ലാസുകൾക്ക് മികച്ച പരിശീലനം. പഠനം ഇനി ആഘോഷമാക്കാം. അത്യാധുനിക സൗകര്യങ്ങളോടെ RGL അക്കാദമി. അഡ്മിഷനായി ഇന്നു തന്നെ വിളിക്കൂ. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ആധുനിക ഉപകരണങ്ങളോടുകൂടി നവീകരിച്ച നേത്ര ശസ്ത്രക്രിയാ തിയേറ്ററിന്റെ ഉദ്ഘാടനം നടന്നു. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ സഹായത്തോടെ 1 കോടി രൂപ ചെലവിൽ ആധുനിക ഉപകരണങ്ങളോടുകൂടി നവീകരിച്ച നേത്ര ശസ്ത്രക്രിയാ തിയേറ്ററിന്റെ ഉദ്ഘാടനം നടന്നു. ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് പ്രേംകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടികജാതി പിന്നോക്കക്ഷേമ വകുപ്പിന്റെ മന്ത്രിയായിട്ടുള്ള ശ്രീ K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത കെട്ടിടം എല്ലാ നിലയിലും അത് ഔന്നത്യമുള്ള ഒരു സ്ഥാപനമായി മാറുന്ന സാഹചര്യമാണുള്ളത്. നമ്മുടെ DMO ഉൾപ്പെടെ ശ്രീമതി ബിന്ദു തോമസ് ഉൾപ്പെടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്നത് ആരോഗ്യരംഗത്ത് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി നൽകുന്ന സേവനങ്ങൾക്ക് പുതിയ മാനം നൽകുന്നു എന്നതുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ ആശുപത്രിയുടെ വളർച്ച എന്ന് പറയുന്നത് കേവലം കെട്ടിടങ്ങൾ മാത്രമല്ല എന്നും ചികിത്സ തേടിയെത്തുന്നവർക്ക് മികച്ച സൗകര്യങ്ങൾ, സേവനങ്ങൾ അവർക്ക് പ്രദാനം ചെയ്യാൻ കഴിയുന്നു എന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇവിടെ വിവിധങ്ങളായിട്ടുള്ള ശാസ്ത്ര പുരോഗതിയുടെ ഭാഗമായിട്ടുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്ന വിവിധ ശാഖകൾ പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രിയാണ് നമ്മുടെ. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ MK ജയസുധ അധ്യക്ഷത വഹിച്ചു. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ B ജയരാജ്, ഡോക്ടർ ജോർജ് സ്ലീബ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. നഗരസഭാ വൈസ് ചെയർമാൻ K രാജേഷ്, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K രാമകൃഷ്ണൻ, വാർഡ് കൗൺസിലർ TP പ്രദീപ് കുമാർ, പാലക്കാട് DMO ഡോക്ടർ ബിന്ദു തോമസ്, ഡെപ്യൂട്ടി DMO ഡോക്ടർ കാവ്യ കരുണാകരൻ, ഡോക്ടർ റിയാസ് B, ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി നേത്രരോഗ വിദഗ്ധരായ ഡോക്ടർ അണിമ, ഡോക്ടർ സിത്താര, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പത്മനാഭൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു.